ഹരേ കൃഷ്ണ. പണം നമ്മളിലേക്ക് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നതിന് കഴിവ് മാത്രം പോരാ, ഭാഗ്യവും കൂടെ വേണം. നമ്മുടെ മാർഗങ്ങളിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി നമ്മുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്ന വളരെ ലളിതമായ ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം, അതുകൂടെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. ഈ പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയോ അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കുന്ന അരിയോ ഏതായാലും മതി. ഇതിൽ നിന്നും നമ്മൾ 7 അരി മാറ്റണം. ആ 7 അരിയും ഏകദേശം ഒരേ സൈസിലും വലുപ്പത്തിലും ഉള്ളതായിരിക്കണം. അതുമാത്രമല്ല, ഒടിഞ്ഞ അരിയൊന്നും എടുക്കല്ലോ കേട്ടോ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കൊരു ചുവന്ന തുണി എടുക്കാം. അതിലേക്ക് ഈ 7 പച്ചരി എടുത്ത് വെക്കണം. ഈ ചുവന്ന തുണിക്ക് പകരം ചുവന്ന പൗച്ചായാലും മതി, അതാവുമ്പോൾ എളുപ്പമാണല്ലോ, പൗച്ചിലോട്ടിട്ടങ്ങ് കെട്ടിയെടുത്താൽ മതി. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചുവന്ന തുണി എടുത്തത്. ഇനി ഇത് നന്നായിട്ട് കെട്ടിയെടുക്കണം. ഇനി നമുക്കിതൊരു പേഴ്സിലോ ബാഗിലോ വെച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോഴോ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴോ ഒക്കെ നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. ഇങ്ങനെ പേഴ്സിൽ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ആ അരി കെട്ടിവെച്ച് ആ ചുവന്ന തുണി എടുത്ത് 2 കൈയിലും പിടിച്ച് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയിരിക്കണം. എന്നിട്ട് നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കണം. പ്രപഞ്ചത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ആവരുത്, എനിക്ക് ധാരാളം പണം വേണം, എനിക്ക് ധാരാളം സമ്പത്ത് വേണം, അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയുന്നതിൽ ക്ലാരിറ്റി വേണം. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് ഈ മാസം 1 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ വർഷം 30 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വരണം. അങ്ങനെ ക്ലാരിറ്റിയോടെ എത്ര എമൗണ്ട് വേണം എന്ന് നമ്മൾ എടുത്ത് പറയണം. അങ്ങനെ വേണം നമ്മൾ ഏത് പരിഹാരം പണത്തിന് വേണ്ടി ചെയ്യുമ്പോഴും പറയാനായിട്ട്. അല്ലാതെ ജനറലൈസ് ചെയ്ത് പണം അങ്ങനെ പറയരുത് കേട്ടോ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഏകാഗ്രമായി ഇരുന്ന് നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കുക. മറ്റു ചിന്തകളെല്ലാം മാറ്റിവെക്കുക. നമ്മൾ ഉദ്ദേശിച്ച പണം നമ്മുടെ കയ്യിൽ വന്നു എന്ന് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് ആ വന്നതിലുള്ള സന്തോഷം നമ്മൾ അപ്പം തന്നെ അനുഭവിക്കണം. മറ്റു ചിന്തകളൊന്നും മനസ്സിലില്ലെങ്കിലേ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഫീലോടുകൂടി നമ്മൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയണം. ഇത്രയും എമൗണ്ട് നമുക്ക് തന്നതിന് നന്ദി പറയണം. അതിനുശേഷം നമുക്കിത് കൂടെ കൊണ്ടു നടക്കാം. പ്രപഞ്ചം പല പല വഴികൾ നമുക്ക് തുറന്നു തരും പണം സമ്പാദിക്കാനായിട്ട്. നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം, അത് മനസ്സിലാക്കി നമ്മൾ പ്രയത്നിക്കണം. നമ്മൾ ഒറ്റയ്ക്കാണെന്ന തോന്നൽ ഒരിക്കലും ഉണ്ടാവരുത്. അദൃശ്യമായ ശക്തികൾ നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ന്യായമുള്ളതായിരിക്കണം. നമ്മൾ സത്യസന്ധതയോടെ മുന്നോട്ട് പോകണം. അത്രമാത്രം നമ്മൾ ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.